ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ആസിഡുകളും ബേസുകളും. ഇതിൻ്റെ ഏതാണ്ട് ഒരു 10-12 ക്വസ്റ്റ്യനോളം ഞാൻ ഇട്ട് തന്നതാണ്. അപ്പോൾ ബാക്കി നോട്ട് വേണമെന്ന് കുറച്ച് പേര് പറഞ്ഞതുകൊണ്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ പഠിപ്പിക്കുന്നത്? നമ്മൾ പഠിക്കുന്ന ഏതാണ്? ആസിഡുകളെക്കുറിച്ചും ബേസുകളെക്കുറിച്ചും. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഞാനത് ഒന്നും കൂടി ഒന്ന് ഓടിച്ചിട്ട് പറയാം. കണ്ടവർ ഒന്നുകൂടെ കണ്ടോ കേട്ടോ, പഠിക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് ഒന്നുകൂടി കണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങളെ. ഞാൻ ഒന്നും കൂടി ഒന്ന് ഓടിച്ചിട്ട് പറയാം. ഇതിനകത്തിലെ ഒരുവിധം ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആസിഡ് ആൻഡ് ബേസ്. എന്താണ് ഈ ആസിഡ്, എന്താണ് ബേസ്? ആദ്യം അത് പഠിക്കാം. ആസിഡ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് turn blue litmus into red. നിങ്ങളെ ആസിഡ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? നിങ്ങൾക്ക് ഉണ്ടോ? നടേ, ഇതാണ് ആസിഡ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ്. ഓക്കെ, എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ, എന്താണ് ആസിഡ്, എന്താണ് ബേസ്. അപ്പോൾ ആദ്യമേ ആസിഡിനെ ബേസ് ചെയ്തെന്ന് വെച്ചാൽ ആസിഡിനെ സംബന്ധിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും ആദ്യം എഴുതേണ്ട ഒരു കാര്യമാണ് ഇത്. സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻറ്റു ബ്ലൂ ആർ ബേസ്. എന്നാൽ ബേസോ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ. നിങ്ങളെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളെ ആസിഡുകളെന്നും ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ. എന്തോ ഈ ലിറ്റ്മസ് അല്ലേ, രണ്ടെണ്ണത്തിൽ ഈ ലിറ്റ്മസ് എടുക്കുന്നത് എന്തോ നിങ്ങളെ? ലിറ്റ്മസ് അതായത് ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ ലാബിലൊക്കെ കൊണ്ടുപോകുമോ സ്കൂളിൽ? മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്നും നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. ഇത് നിറമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും പിന്നെ വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല, ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറിയിൽ ലഭ്യമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലബോറട്ടറി പോയിട്ട് പറയണം, ഞങ്ങൾ അതൊന്ന് കാണിക്കാം കേട്ടോ. നിങ്ങളുടെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ എന്തായാലും കൊണ്ട് കാണിച്ച് കാണത്തില്ലയോ? നിങ്ങളെ കാണിച്ച് കാണും. മിക്ക സ്കൂളിലെയും ടീച്ചർമാർ ഇത് എന്താണെന്ന് നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പം മലയാളംകാർ അവർക്ക് ഞാനിത് എഴുതിയിട്ടുണ്ട്. കാരണം ഞാൻ ഇംഗ്ലീഷ് എന്താ നിങ്ങൾ എഴുതാഞ്ഞെന്ന് ചോദിക്കല്ലേ നിങ്ങൾ. കാരണം എന്താണെന്നറിയോ, ടെസ്റ്റിനകത്തിൽ ഒരു ബോക്സിനകത്തിൽ അത് എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ടെസ്റ്റ് നോക്കണേ, ലിറ്റ്മസ് പേപ്പറിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താന്ന്, ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, പക്ഷെ നമുക്കത് എന്താണെന്ന് അറിയണം അല്ലേ. ഒരു കാര്യം പഠിക്കുമ്പോൾ എന്തുവാന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുമോ? നിങ്ങൾ ഈ ആസിഡിനെ ബേസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നില്ലേ, നിങ്ങൾ പറ എന്താ ഈ ലിറ്റ്മസ് എന്ന് ചോദിച്ചാൽ പെട്ട് അല്ലേ. ഒന്നുമില്ല, നിങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താ? മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന ഒരു സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്നും നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. ഇതിൻ്റെ ഇംഗ്ലീഷ് കിടപ്പുണ്ടേ, പഠിക്കണേ. ഇത് നിറമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഈ ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് അത് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല, ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും അതിൻ്റെ ലായനികളും നിങ്ങളുടെ സ്കൂൾ ലബോറട്ടറിയിൽ ലഭ്യമാണെന്നാണ് ആ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണ്? നമ്മൾ പഠിച്ച ആസിഡിനെയും ബേസിനെയും കുറിച്ചും നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് ലിറ്റ്മസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ലിറ്റ്മസ് പറഞ്ഞത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. അപ്പം അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ, ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത്? വിച്ച് ലിക്വിഡ് ടേൺഡ് ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ്? ലെമൺ ജ്യൂസ്, നാരങ്ങാ നീര്, ബട്ടർ മിൽക്ക്, മോര്. ഇതിൻ്റെ എല്ലാം മലയാളം അറിയണ്ടേ കുഞ്ഞുങ്ങൾ കേട്ടോ. ബട്ടർ മിൽക്ക്, മോര്, വിനീഗർ. മലയാളത്തിൽ, ഇംഗ്ലീഷ് നമ്മൾ വിനീഗർ, മലയാളത്തിൽ വിനാഗിരി. ടമറിൻ്റെ വാട്ടർ, പുളിവെള്ളം. ടമറിൻ്റെ എന്താണ്? പുളിയാണ്, പുളിയുടെ വെള്ളം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതായത്
ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ, നമ്മൾ പറഞ്ഞല്ലോ മുമ്പ് നീലയെ ചുവപ്പാക്കുന്നതും ചുവപ്പിനെ നീലയാക്കുന്നതും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 എണ്ണത്തിൻ്റെ പേര് അറിയണം. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നമ്മൾ പഠിക്കുന്ന എന്തോത്തിനെ കുറിച്ചാണ്? ആസിഡിനെയും ബേസിനെയും കുറിച്ചാണ്. നല്ല പോലെ അറിഞ്ഞിരിക്കണം. ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞ ഏതാണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത്. തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ, അതാ ഞാൻ ഈ എടുത്ത് പറയുന്നത്. ഇത് തിരിഞ്ഞു പോകരുത്. എന്താ? നീല ലിറ്റ്മസിനെ കേട്ടോ. ആദ്യമേ എന്താ പറഞ്ഞത്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതാണ് ആദ്യം പറഞ്ഞത്. പിന്നോ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കിയതാണ്. വിച്ച് ലിക്വിഡ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻറ്റു ബ്ലൂ? തിരിഞ്ഞു പോകല്ലേ. എന്താ? സോപ്പ് വാട്ടർ, സോപ്പ് വെള്ളം. ബേക്കിംഗ് സോഡ, അപ്പക്കാര ലായനി എന്നാ കേട്ടോ. അപ്പക്കാര ലായനി. ലൈം വാട്ടറോ? അത് നമുക്കറിയാം. അറിയാവോ? ലൈം വാട്ടർ, ലെമൺ അല്ല കുഞ്ഞുങ്ങളെ, ലൈമാണ് കേട്ടോ. അത് മിക്കവാറും തിരിഞ്ഞു പോകുന്നുണ്ട്. ഈ ലൈം വാട്ടർ എന്ന് വെച്ചാൽ ചുണ്ണാമ്പ് വെള്ളമാണ് കേട്ടോ. എന്താ? ചുണ്ണാമ്പ് വെള്ളം. ലൈം വാട്ടറാണ്, ലെമൺ അല്ല കേട്ടോ. ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളം. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ചതിൽ നിന്നും നമുക്ക് എന്താണ്? ആസിഡും ബേസും തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുണ്ട്. ആസിഡ് എന്താണ്? പുളിവെള്ളം, നാരങ്ങാനീര്, വിനാഗിരി, മോര്, ഇതെല്ലാം എന്താണ്? ആസിഡാണ് അല്ലേ. ബേസോ? ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, തെളിഞ്ഞ ചാര വെള്ളം അല്ലേ, അപ്പക്കാര ലായനി. ഇതൊക്കെ ഇതെന്താ ഞാൻ ഇംഗ്ലീഷിൽ എഴുതാഞ്ഞെന്നറിയാമോ? എന്നിട്ട് അതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് അതാണ്ട് ഈ എഴുതി വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഇംഗ്ലീഷുകാർക്ക് വേണമെങ്കിൽ അത് പറക്കി എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കേട്ടോ. പുളിവെള്ളം എന്നുള്ളതിന് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താ? ടാമറിൻ്റെ വാട്ടർ, നാരങ്ങാനീര് എല്ലാം എഴുതി, ലെമൺ ജ്യൂസ് കണ്ടോ. അപ്പോൾ അത് ഞാൻ അതുകൊണ്ടാണ് സെപ്പറേറ്റ് എഴുതാഞ്ഞത്. നിങ്ങളത് എഴുതുമ്പോൾ ഇംഗ്ലീഷുകാരെ ആസിഡ് എന്ന് എഴുതിയിട്ട് ഇതിൻ്റെ ഇംഗ്ലീഷ്. അപ്പം നിങ്ങൾ ഇപ്പോഴേ ഇംഗ്ലീഷ് മലയാളം അപ്പം അങ്ങ് പഠിച്ചു പോകും നിങ്ങളെ. പെട്ടെന്ന് നിങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുക മോരിന് എന്താ ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? മോര് എന്താ കുഞ്ഞുങ്ങളെ? ബട്ടർ മിൽക്കാണ് കേട്ടോ. അങ്ങനെയൊക്കെ പഠിച്ച് വെച്ചേക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ രണ്ടും പഠിക്കാൻ പറ്റുമല്ലോ. ഓക്കെ ആണേ. അടുത്തത് നമ്മുടെ ടെസ്റ്റിലെ പ്രധാനപ്പെട്ട മാത്രം. ടെസ്റ്റിൽ ഓൾറെഡി മിക്ക ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം അതിലുണ്ടല്ലോ. ഇല്ലാത്തതാണ്, ഇതും ടെസ്റ്റിലുള്ളതാണ്. സൂചകങ്ങളല്ല, ഇൻഡിക്കേറ്റർ എന്നാൽ എന്തെന്ന് ടെസ്റ്റിലുണ്ട്. പക്ഷേ എന്താ, അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എഴുതിയത്. എന്താ കുഞ്ഞുങ്ങളെ ഈ സൂചകങ്ങൾ? നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ആസിഡ് ആൻഡ് ബേസസ് ബൈ ചേഞ്ചിങ് ദെയർ കളറ്. ഇംഗ്ലീഷുകാർ കേട്ടോ കുഞ്ഞുങ്ങളെ. എന്താ? നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ. ലിറ്റ്മസ് പേപ്പർ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സൂചകമാണ്. ലിറ്റ്മസ് പേപ്പർ ഈസ് ആൻ ഇൻഡിക്കേറ്റർ. അപ്പോൾ അത് പഠിച്ചോ. സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ എന്നാൽ എന്ത്? വണ്ടിയുടെ ഇൻഡിക്കേറ്റർ അല്ലേ കേട്ടോ, ഇൻഡിക്കേറ്റർ. ആസിഡുകളുടെ സ്വഭാവവും ബേസുകളുടെ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പ് പറയായിരുന്നു. ആസിഡുകൾക്ക് എന്താ കുഞ്ഞുങ്ങളെ? ആസിഡാണ് അറിയാൻ എന്താ? സോർ ടേസ്റ്റ് ആണ് അല്ലേ. ഒരു പുളി രുചിയുണ്ട്. എല്ലാ ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. ആസിഡുകളുടെ സ്വഭാവം അല്ലേ, അതിൻ്റെ ക്യാരക്ടർ എന്താണ്? അതിന് സോർ ടേസ്റ്റ് എന്ന് വെച്ചാൽ പുളി രുചിയുണ്ട്. നീല ലിറ്റ്മസിനെ ഞാൻ പറഞ്ഞ ആസിഡിനെ ബേസ് ചെയ്ത് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനുള്ള ഫസ്റ്റ് ലൈനാണിത്. എന്താ? നീല ലിറ്റ്മസിനെ എന്താക്കുന്നു? ചുവപ്പാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബേസോ? ഈ ആസിഡിന് പുളിരുചിയാണെങ്കിൽ, അതായത് സോർ ടേസ്റ്റ് ആണെങ്കിലോ ബേസിന് എന്ത് രുചിയാവും നിങ്ങളെ? കാരത്തിൻ്റെ, ആൽക്കലൈൻ. സ്പെല്ലിംഗ് അറിയണേ. ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ബേസോ? ബേസ് എന്ന് ചോദിക്കുമ്പോൾ എന്താ? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. ഇനി ഒന്നും കൂടി എഴുതാം. എന്താ കുഞ്ഞുങ്ങളെ? ഇത് വഴുവഴുപ്പുണ്ട്. ബേസുകൾക്ക് എന്തുണ്ട്? സ്ലിപ്പറിയാണ്. എന്ന് വെച്ചാൽ തൊടുമ്പോൾ സ്ലിപ്പായി, അതായത് വഴുവഴുപ്പുണ്ടെന്ന്. അപ്പോൾ ഇതെന്തായിരിക്കും? നോട്ട് സ്ലിപ്പറി. 3 എഴുതാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? എന്താണ്? പുളിരുചിയുണ്ട്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, ഇവിടെ വഴുവഴുപ്പില്ല എന്നാണ് അല്ലേ. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? സോർ ടേസ്റ്റ് ആണ്. പിന്നെ ബേസ് എന്താണെന്ന് നമ്മൾ പഠിച്ചത് അങ്ങ് എഴുതി വെക്കണം. പിന്നെ ഇത് എന്താ? നോട്ട് സ്ലിപ്പറിയാണ് അല്ലേ. കാരരുചി എന്ന് വെച്ചാൽ ആൽക്കലൈൻ ടേസ്റ്റ്. പിന്നെ എന്നാൽ എന്തെന്ന് എഴുതണം? അതിന് എന്താ? വഴുവഴുപ്പ് ഉണ്ടെന്ന് എഴുതണം കേട്ടോ. ഏതൊക്കെ വസ്തുക്കളാണ് കുഞ്ഞുങ്ങളെ ഈ ആസിഡിൻ്റെ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്? വിച്ച് സബ്സ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ്? അത് ചോദിക്കുവേ. എന്താണ്? ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിൻ്റെ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാണ്? നീല ലിറ്റ്മസും മീഥൈൽ ഓറഞ്ചും കേട്ടോ. അറിയണേ. എൻ്റെ ബ്ലൂ ലിറ്റ്മസും മീഥൈൽ ഓറഞ്ചും. ഇംഗ്ലീഷും മലയാളവും എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ വയ്യാത്തവർ മലയാളം നോക്കിയാൽ മതി. ഇനി അതെല്ലാം മലയാളവും വായിക്കാൻ അറിയാത്തവർ ഇംഗ്ലീഷ് നോക്കിയാൽ മതി കേട്ടോ. രണ്ടും വായിക്കാൻ അറിയാൻ പറ്റാത്തവർ എന്തോ ചെയ്യുന്നില്ലയോ?
രണ്ട് വായിക്കാൻ അറിയാത്തവർ ഞാൻ പറയുന്നത് കേട്ടിരുന്ന് പഠിക്കണം കേട്ടോ. ഞാൻ എന്താ ദൃഢമായിട്ടൊക്കെ അല്ലയോ യോജികളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലല്ലയോ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അത് കേട്ടിരുന്ന് പഠിക്കണം, പിന്നല്ല അല്ലേ. ബേസിൻ്റെ സൂചകമായിട്ട് ഉപയോഗിക്കുന്നവ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ആസിഡിൻ്റെ സൂചകമായിട്ട് ഉപയോഗിക്കുന്നതാണ് നീല ലിറ്റ്മസും മീഥൈൽ ഓറഞ്ചും. അങ്ങനെയാണെങ്കിൽ എന്താ ബേസിൻ്റെ സൂചകമായിട്ട് ഉപയോഗിക്കുന്നോ, റെഡ് ലിറ്റ്മസും ഫീനോഫ്താലിൻ. സ്പെല്ലിംഗ് അറിയണേ കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ സ്പെല്ലിംഗ് മിക്കവാറുള്ളവരെല്ലാം തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഫീനോഫ്താലിൻ. അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ച്. ചുവപ്പ് ലിറ്റ്മസും ഫീനോഫ്താലിൻ, മീഥൈൽ ഓറഞ്ച്. വായിക്കാൻ അറിയാമല്ലോ. ഇതെല്ലാം ഓരോന്നും നല്ലപോലെ വായിച്ച് നോക്കണം കേട്ടോ. അതെന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഇതൊക്കെ ഏത് വസ്തു ആസിഡിൻ്റെ സൂചകമായിട്ട് ഉപയോഗിക്കുന്നത് നീല ലിറ്റ്മസും മീഥൈൽ. അപ്പം ബേസ് ആണെന്ന് കേൾക്കുമ്പോഴേ എന്താണ്, റെഡ് ലിറ്റ്മസും ഫീനോഫ്താലിൻ. ഇതിൻ്റെ സ്പെല്ലിംഗ് അറിയണം, മലയാളംകാരും അറിയണം, ഇംഗ്ലീഷുകാരും അറിയണം കേട്ടോ. എഴുതി എടുക്കണേ കുഞ്ഞുങ്ങളെ, പഠിക്കണേ കേട്ടോ. ഓണപരീക്ഷയൊക്കെ ഇങ്ങനെ വരാറായേ. അടുത്തത് ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകൾ. ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഭക്ഷ്യവസ്തുക്കളിൽ നമ്മളെല്ലാം ഓരോ തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. അവയ്ക്കകത്തിലൊക്കെ എന്തൊക്കെ അടങ്ങിയിട്ടെന്നൊന്നും വല്ല പിടുത്തമുണ്ടോ? ഇല്ല. നമ്മളെന്താ, നമുക്ക് കിട്ടുന്ന ആഹാരം നമ്മൾ കഴിക്കുന്നു അല്ലയോ, അതിനകത്തിൽ എന്തൊക്കെ അടങ്ങിയതാ നോക്കൂ കുഞ്ഞുങ്ങളെ. ഒന്ന്, മോര്, തൈര്. ഫുഡ് ഐറ്റംസ് എഴുതാം ഇംഗ്ലീഷുകാർ, മലയാളംകാരെന്താണ് ഭക്ഷ്യവസ്തു അല്ലേ. ഇതോ മെയിൻ ആസിഡ് പ്രസൻസ്, എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, അടങ്ങിയ ആസിഡുകൾ ഏതൊക്കെയാണ്. എല്ലാം ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷുകാരുടെ മാത്രം എഴുതിയെടുക്കുക, മലയാളം എഴുതിയെടുത്തെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. എന്താ, നിങ്ങൾക്കത് പഠിക്കാൻ സൗകര്യമാണ് അല്ലേ, കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നോക്കൂ കുഞ്ഞുങ്ങളെ, മോര്, തൈര്, ബട്ടർ മിൽക്കും കേട് തൈര് അല്ലേ. എന്താണ് അതിലടങ്ങിയിരിക്കുന്നത്? അതൊക്കെ ഇത് ഒരു മാർക്കിന് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ലാക്റ്റിക് ആസിഡ് സ്പെല്ലിംഗ് ഒക്കെ അറിയണേ, LACTIC. ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ, ലാക്റ്റിക് ആസിഡ്. അതുപോലെ തന്നെ വിനാഗിരി, മുമ്പ് നമ്മൾ പറഞ്ഞു വിനീഗർ അല്ലേ, അസറ്റിക് ആസിഡ്. വിനാഗിരിക്കകത്തിൽ അസറ്റിക് ആസിഡ്. നാരങ്ങയ്ക്കകത്തിൽ സിട്രിക് ആസിഡ്. വാളൻപുളി, പുളി ഉണ്ടല്ലോ, ടാമറിൻഡ്, അതിനകത്തിൽ ടാർട്ടാറിക് ആസിഡ്. വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ. ഞാൻ കഴിവതും ദൃഢമായിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങളത് കേട്ട് എന്താണ് ഓരോ ടാർട്ടാറിക് ആസിഡ് എന്നൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുമായിരിക്കും, അത് സമ്മതിച്ചു. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ഈ വാക്കുകളൊക്കെ കേൾക്കുന്നതാണ്. എന്താ, കഴിഞ്ഞ വർഷം സ്കൂളിൽ പോയില്ലയോ? അത് ഈ വാക്കുകളൊക്കെ ഇപ്പോഴായിരിക്കും അല്ലേ, ശരിയായിരിക്കും. അപ്പം ഞാനീ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ. മലയാളം എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഉറക്കെ പറയുന്നുമുണ്ട്. അപ്പം നിങ്ങളത് കേട്ട് പഠിക്കണം, അല്ലെ നോക്കി പഠിക്കണം. പിന്നെ ആപ്പിള്, മാലിക് ആസിഡ് അല്ലേ. നെല്ലിക്ക അല്ലെങ്കിൽ ഗൂസ്ബെറി, നെല്ലിക്കകത്തിൽ അസ്കോർബിക് ആസിഡ്. ഇതെല്ലാം ആസിഡുകളാണ് കേട്ടോ. അപ്പം നിങ്ങൾ തിരിഞ്ഞു പോകരുത്. നിങ്ങൾ വീട്ടിലെ ഓരോ ഇതിപ്പോൾ നെല്ലിക്ക നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലാ നെല്ലിക്ക ഓർമ്മ വരണം. അപ്പോൾ അതിനകത്തിൽ എന്താ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്ലൂ വെച്ച് പഠിക്കും കുഞ്ഞുങ്ങളെ. അസ്കോർബിക് ആസിഡ് കേട്ടോ. അതുപോലെ തക്കാളി ഓക്സാലിക് ആസിഡ്. നിങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുവാന്ന് എനിക്കറിയാം കുഞ്ഞുങ്ങളെ, ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ ആദ്യമായി ഓരോ വർഷം കഴിയും തോറും നമ്മൾ പുതിയ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ പുതിയ വാക്കുകളും പുതിയ കാര്യങ്ങളും ഒക്കെ പഠിച്ചാണ് പോകുന്നത് അല്ലേ. അപ്പം അത് പഠിച്ചേ ഒക്കത്തുള്ളൂ. നോക്കൂ കുഞ്ഞുങ്ങളെ, മോര്, തൈര് ലാക്റ്റിക് ആസിഡ്, വിനാഗിരിക്കകത്തിൽ അസറ്റിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, വാളൻപുളി അല്ലേ ടാമറിൻ്റെ ടാർട്ടാറിക് ആസിഡ്, ടാർട്ടാറിക്കാണ്. ആപ്പിള് മാലിക് ആസിഡ്, നെല്ലിക്ക അല്ലെ ഗൂസ്ബെറി അസ്കോർബിക് ആസിഡ്, തക്കാളി ഓക്സാലിക് ഓസല്ല ഓക്ക് കേട്ടോ. സ്പീഡിൽ പറയുമ്പോൾ തെറ്റല്ലേ കുഞ്ഞിലെ. ഓക്സാലിക് ആസിഡ് ഓക്കെയാണ്. സോപ്പ്, അപ്പക്കാരം ഇവയുടെ രുചി എന്താണ്? നിങ്ങൾ കുളിക്കാൻ നേരം സോപ്പ് വായി പോയിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? നമ്മളെന്തായാലും കുളിമുറി കയറുമ്പോൾ പാട്ട് പാടിക്കൊണ്ടുവന്നായിരിക്കും കുളിക്കുന്നത് ഇല്ലയോ, സത്യമല്ലേ? മൂളിപ്പാട്ടെങ്കിലും പാടാത്ത ആരെങ്കിലും കുളിമുറി നിന്നിട്ടുണ്ടോ? എനിക്കറിയാം അല്ലേ. എല്ലാവരും മൂളിപ്പാട്ടെങ്കിലും പാടിക്കൊണ്ടായിരിക്കും കുളിമുറിക്കുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം പിടിച്ച് ചെന്ന് കുളിമുറി നിൽക്കണം, അരങ്ങാതെ നിൽക്കണമെങ്കിൽ അല്ലേ. സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാട്ട് പാടിക്കൊണ്ടുവന്നായിരിക്കും കുളിക്കുന്നത്. അപ്പോൾ എന്തായാലും സോപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയെങ്കിൽ അത് വായിക്കാത്തിൽ പോയിരിക്കും അല്ലേ. ഇവയ്ക്കെല്ലാം എന്താവും നിങ്ങളെ, കാരരുചിയാണ്. ആൽക്കലൈൻ, കാരരുചിയാണ് അല്ലേ. സോർ ടേസ്റ്റാണ്. ഇവയെല്ലാം ബേസ് അടങ്ങിയിരിക്കുന്നതാണ്. കാരണം എന്താ കുഞ്ഞുങ്ങളെ, എല്ലാ ബേസുകൾക്കും എന്താണ്, കാരരുചിയാണ്. ആൾ ആസിഡ് ഹാവ് സോർ ടേസ്റ്റ്. ആസിഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ആസിഡിനെയും ബേസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കുറേ ആസിഡുകളുടെ പേര് പഠിച്ചു. ഏതൊക്കെ ഫുഡിനകത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണെന്ന് പഠിച്ചു. ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോർ ടേസ്റ്റ് ആണെന്ന് പഠിച്ചു. ബേസ് എന്ന് വെച്ചാൽ ആൽക്കലൈൻ, കാര ടേസ്റ്റാണ്. ആൽക്കലൈൻ കാരത്തിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ സോപ്പിനും ആ ടേസ്റ്റ് ആണെന്ന് ഓർത്ത്
ഓർത്തോണം. പരീക്ഷയ്ക്ക് അത് 1 മാർക്കിന് ചോദിക്കുവേ കുഞ്ഞുങ്ങളെ, വൃത്തിയായിട്ട് പഠിക്കണേ. അടുത്ത നമ്മുടെ ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. പകുതി മുക്കാലും. പാല് തൈരാകുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? പാല് തൈരാക്കി മാറ്റുന്നതിന് തിളപ്പിച്ചാറ്റിയ പാലിൽ ഒരൽപ്പം തൈര് അല്ലെങ്കിൽ ഉറ, ചില ഭാഗത്ത് ഉറ ഒഴിക്കുക എന്ന് പറയാം അല്ലേ, ഒഴിക്കുന്നു. ഈ തൈരിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ഏത് ക്വസ്റ്റ്യൻ പഠിപ്പിച്ചാലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ ഓർത്തോണം. അപ്പം തൈരെന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ എന്ത് ഓർത്തോണം? ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അതിനകത്തിൽ അടങ്ങുന്നുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ? ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്നും പോഷണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ്, തൈരിനകത്തിൽ ഏത് ആസിഡ് ആണെന്ന് ചോദിച്ചാൽ ലാക്റ്റിക് ആസിഡാണ് ഉണ്ടാകുന്നത്. ഈ ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളി നൽകുന്നത്. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ടോ നിങ്ങളെ? അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയില്ല. കാരണം നിങ്ങൾ ആ ഇംഗ്ലീഷ് വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടിയാണ് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടത് കേട്ടോ. അതായത് പാല് തൈരാക്കി മാറ്റുന്നതിന് നമ്മൾ ആദ്യം പാലിനെ തിളപ്പിച്ചാറ്റണം. ഈ തിളപ്പിച്ചാറ്റിയ പാലിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇച്ചിരി ഉറ ഒഴിച്ച് വെക്കും, അല്ലെങ്കിൽ ഒരു സ്പൂണോ 2 സ്പൂണോ തൈര് ഒഴിച്ച് വെക്കും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഉറ ഒഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തൈരിൽ നമ്മൾ ആ ഒഴിച്ച 2-3 സ്പൂൺ തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ തൈരിനകത്തിൽ ഈ തൈര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2-3 ദിവസം നമ്മൾ വെളിയിൽ വെച്ചിട്ട് നമ്മളൊന്നും അനക്കാതെ ഒന്നും ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്താ ചെറിയ കൃമിയായിട്ട് പുഴുവായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലല്ലാതെ വെളിയിൽ വെച്ച് നോക്കിക്കേ, 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് പുഴുവായിട്ട് അങ്ങ് മാറും അല്ലേ? അതെന്താ? ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ ആണ് അതിലടങ്ങിയിട്ടുള്ളത്. ഇവ പാലിൽ നിന്നും പോഷണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡാണ് അവിടെ ഉണ്ടാകുന്നത്. പരീക്ഷയ്ക്കായി ചോദിക്കുക കുഞ്ഞുങ്ങളെ, ഏത് ആസിഡാണ് ഇപ്പം തൈരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? ലാക്റ്റിക് ആസിഡാണ് കേട്ടോ. ഈ ലാക്റ്റിക് ആസിഡാണ് തൈരിന് എന്ത് നൽകുന്നത്? പുളി രുചി നൽകുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണ്? ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ടതും ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് HCl കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് നിങ്ങൾക്ക് അതൊക്കെ കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മലയാളം ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. നൈട്രിക് ആസിഡ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ്, നമ്മൾ മുമ്പ് കുറേ ആസിഡ് പഠിച്ചില്ലേ കുഞ്ഞുങ്ങളെ? അതുപോലെ കുറേ ആസിഡ്, ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ആസിഡുകളാണ് ഇത്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡുകളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. പേര് കറക്റ്റായിട്ട് പഠിക്കണേ. ഇനി നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ബേസുകൾ എന്തെല്ലാമാണ്? ആസിഡിൻ്റെ 4 പേര് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബേസിൻ്റെയോ? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ബേസിൻ്റെ ഓർക്കുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം? ഹൈഡ്രോക്സൈഡ് എന്ന് ഓർക്കണം കേട്ടോ. ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ ചുണ്ണാമ്പിന് പറയുന്നത്. ചുണ്ണാമ്പ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പം ലാബിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണ്, ബേസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? പഠിച്ചോടെ, അത് നിങ്ങളുടെ ജോലിയാണ് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ആൻസറുകൾ തരിക എന്നുള്ളതാണ് എൻ്റെ ജോലി, ഇത് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ് കേട്ടോ. ഒരു ദിവസം വൈകിട്ട് ഒരു 7 മണി തൊട്ട് ഒരു 10 മണി വരെയൊക്കെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഉണ്ണാൻ പോകുന്നുണ്ട് അല്ലേ, പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് അല്ലേ, ഇതിനെല്ലാം നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള സമയമാണ് കണ്ടെത്തുക. അപ്പം നിങ്ങൾ എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂറെങ്കിലും ഇരുന്ന് പഠിക്കണം കേട്ടോ. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സമയം പഠിത്തം മാത്രമല്ലല്ലോ, നമ്മളവിടെ എൻ്റർടൈൻമെൻറ്റും ഉണ്ടല്ലേ, ഓരോ കളി ഫുള്ളും. നിങ്ങളുടെയൊക്കെ സ്കൂളുകളിലില്ലേ? നിങ്ങളുടെയൊക്കെ സ്കൂളിലുള്ള ഓരോ കളികളുടെയൊക്കെ പേര് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കൊടുക്കണേ നിങ്ങളെ. ഓരോ സ്കൂളിലും, എല്ലാ സ്കൂളിലും കാണുമല്ലോ PT ഒക്കെ ഇല്ലേ, അപ്പോൾ അതിനകത്തിൽ ഓരോ സ്കൂളുകളിൽ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ കേട്ടോ. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ പഠിക്കുന്നത് ആസിഡുകളെ കുറിച്ചാണ് അല്ലേ. വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു ബി ടേക്കൻ വൈൽ ഹാൻഡിലിംഗ് കെമിക്കൽസ്? നമ്മൾ കെമിക്കൽ വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത്? ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. ആദ്യം എന്താണ് ഇത്? നമ്മൾ ലാബിലൊക്കെ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടോ? ലാബിലൊക്കെ ഓരോ പാത്രത്തിൽ ഇതൊക്കെ
വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ പിള്ളേരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മുട്ടിയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എന്താണ്, അതിൽ ചെന്ന് തട്ടി അത് ശരീരത്തിൽ വീഴാതെ നോക്കണം. ഫസ്റ്റ് കാര്യം അതാണ്. എന്താണ്, ബി കെയർഫുൾ നോട്ട് ടു ഫാൾ ഓൺ ബോഡി പാർട്സ്, ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. പിന്നെ കൈ കൊണ്ട് ഒരു കാരണവശാലും അത് തുടരുത് കേട്ടോ. ഒരു ആസിഡിലും കൈ കൊണ്ട് നമ്മൾ തുടരുത്. ഡു നോട്ട് ടച്ച് വിത്ത് ഹാൻഡ്. പിന്നെ അതുപോലെ ഓടിച്ചെന്ന് എന്തുവാന്ന് നമ്മൾ മണത്ത് നോക്കാൻ പാടില്ല ഇല്ലേ. എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് മണപ്പിച്ച് വെക്കുന്ന ചിലർക്കൊരു സ്വഭാവമുണ്ട് അല്ലേ. അതുപോലെ തന്നെ കൈയിട്ട് രുചിച്ച് നോക്കാനും പാടില്ല. ഡു നോട്ട് ടേസ്റ്റ് കേട്ടോ. എന്തെങ്കിലും ലാബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ, കെമിക്കൽ എന്നല്ല എന്ത് വസ്തു കണ്ടു കഴിഞ്ഞാൽ ചാടിക്കേറി അത് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ ഒന്നും പോകരുത്. മലയാളംകാർക്ക് എഴുതിക്കൂടാ നിങ്ങളെ. ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം, കൈകൊണ്ട് തൊടരുത്, മണത്തു നോക്കാൻ പാടില്ല, അതുപോലെ രുചിച്ചും നോക്കരുതെന്നാണ്. ബി കെയർഫുൾ നോട്ട് ടു ഫാൾ ഓൺ ബോഡി പാർട്സ്, ഡു നോട്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്, ഡു നോട്ട് സ്മെല്ല്, ഡു നോട്ട് ടേസ്റ്റ്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത ഈ ആസിഡുകളൊക്കെ അപകടകാരികളാണ് അല്ലേ. നമ്മൾ ഒരുപാട് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതോ ആസിഡ് ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അത്രയും സമയം കളയണ്ടാവും നിങ്ങളെ. ഒരു റബ്ബർ വെട്ടുന്ന ഒരു പയ്യൻ്റെ മുഖത്ത് ആസിഡ് വീണു, മുഖം പൊള്ളിപ്പോയതായിട്ടൊക്കെ ഒരു ചെറിയൊരു ബോക്സിൽ കിടപ്പുണ്ട്. എന്തോ നിങ്ങളെ നമ്മൾ ഉറയൊഴിക്കാൻ വേണ്ടി എടുത്ത ആസിഡിൻ്റെ അടപ്പ് തുറന്നപ്പോൾ അന്നേരം കുലുക്കി മുഖത്തോട്ട് തെറിച്ചതാണ്. അങ്ങനെയാണ് ആ മുഖം പൊള്ളിപ്പോയതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആസിഡുകൾ അപകടകാരികളാകുന്നത്? എങ്ങനെയാണ്? വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശത്തെ വലിച്ചെടുക്കാനും, നമ്മൾ ഏത് ഭാഗത്തോട്ടാണോ ഈ ആസിഡ് വീഴുന്നത് ആ ഭാഗത്തെ ജലാംശങ്ങൾ പെട്ടെന്ന് ഇതങ്ങ് വലിച്ചെടുക്കും. എന്നിട്ടോ ചൂടായിരിക്കും, താപം പുറത്തു വിടാനും കഴിവുണ്ട് ആർക്കാ? ഈ ആസിഡിന്. അതുകൊണ്ട് അവ ശരീരത്തിൽ വീണാൽ നമുക്ക് പെട്ടെന്ന് പൊള്ളലേൽക്കുന്നു എന്നാണ്. ഹൗ ആർ ആസിഡ് ഡേഞ്ചറസ്? ഇംഗ്ലീഷാണേ. സ്ട്രോങ് ആസിഡ് ഹാവ് ദ എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ ആൻഡ് റിലീസ് ഹീറ്റ്. ആ ഒരു വരി എഴുതിയാൽ തന്നെ മെയിൻ പോയിന്റ് അല്ലേ. ദ കോസസ് ബേൺ ഇഫ് ദേ ഗെറ്റ് ഓൺ ദ ബോഡി. നിങ്ങളെ വീര്യം കൂടിയ ആസിഡുകൾ നമ്മുടെ ശരീരത്തിലോട്ട് വീഴുമ്പോൾ അത്രയും ഭാഗത്തെ ജലം പെട്ടെന്ന് ഇതങ്ങ് വലിച്ചെടുക്കുന്നു. എന്നിട്ടോ ചൂടല്ലേ. നമ്മുടെ ആസിഡ് എന്ന് കേൾക്കുമ്പോഴേ ചൂടുള്ള ഒരു പദാർത്ഥമാണ്. കാണുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നെങ്കിലും നമ്മുടെ ശരീരത്തോട്ട് വിടുമ്പോൾ ചൂടാണ്. താപം പുറത്തു വിടാനും ഇതിനുള്ള കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ അതുകൊണ്ടാണ് നമുക്ക് പൊള്ളലേൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയണം കേട്ടോ. അതിനാണ് ഞാൻ എഴുതി വെച്ചത്. അടുത്തത്, ഈ ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ വീണാൽ, ഇപ്പം വീഴല്ലേ എന്നാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ. അപ്പം ശരീരത്തിൽ വീണാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ, അഥവാ അബദ്ധത്താൽ ഒന്ന് വീണെന്ന് വെച്ചു, അന്നേരം നമ്മൾ എന്താണ് ആദ്യമേ ചെയ്യേണ്ടത്? പ്രഥമ ശുശ്രൂഷ എന്താ? അത് ഞാൻ ഇംഗ്ലീഷിൽ ഇത് എഴുതിയിട്ടില്ല നിങ്ങൾ, കാരണം ഓൾറെഡി ടെസ്റ്റിൽ അത് എഴുതിയിട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സംഭവം അറിയണ്ടേ, അതുകൊണ്ടാണ് ഞാനത് മലയാളത്തിൽ എഴുതിയിട്ടത്. ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. ആസിഡുകൾ ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാകുന്നു അല്ലേ. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴുകിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ശുശ്രൂഷ എന്നാണ് പറയുന്നത്. വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ശരീരത്ത് എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങളെ ആദ്യം ചെയ്യേണ്ടത്, ആസിഡുകൾ ശരീരത്തിൽ വീണാൽ പൊള്ളലുണ്ടാകുന്നു ആണല്ലോ എന്നുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഈ പൊള്ളലേറ്റ ഭാഗത്ത് എത്രയും വേഗം എന്ത് ചെയ്യുക? തണുത്ത വെള്ളം കുറേ സമയം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇതിനൊറ്റ പ്രതിവിധി അല്ലേ. പ്രഥമ ശുശ്രൂഷയാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ കയ്യിൽ അത് നിൽക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗുരുതരമായ പൊള്ളലാണ് ഉണ്ടാകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോകും. ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ വരെ പോകുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലേ. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചികിത്സ തേടണമെന്നാണ് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിലുണ്ടോ നിങ്ങളെ ഇംഗ്ലീഷ് കേട്ടോ. അതുപോലെ തന്നെ ആ ടെസ്റ്റിലെ ബോക്സിൽ കിടക്കണം. നമ്മൾ അത് റഫായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് പരീക്ഷയ്ക്ക് ചോദിക്കും, എനിക്കറിയില്ല കാരണം ഞാനല്ലല്ലോ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. ഏത് രീതി, കാരണം പുതിയ ടെസ്റ്റാണ്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ഉറുമ്പ് കടിക്കുമ്പോൾ അല്ലേ, ഉറുമ്പ് കടിക്കുമ്പോൾ എന്തൊരു ചൊറിച്ചിലാണ് അല്ലേ. എന്തുകൊണ്ടാവും ഞങ്ങളെ അത്? ഉറുമ്പിൻ്റെ ശരീരത്തിൽ, അത് ഒരു മാർക്കിന് വേണ്ടി ചോദിക്കാം, ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയ ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡാണ്. നിങ്ങളെ നമ്മൾ കുറേ ആസിഡിൻ്റെ പേര് പഠിച്ചു, തിരിഞ്ഞു പോകല്ലേ കേട്ടോ. നല്ലതുപോലെ സമയമെടുത്ത് വേണം നമ്മുടെ ഈ ചാപ്റ്റർ പഠിക്കാൻ, കാരണം വെരി ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. ഫോർമിക് ആസിഡാണ് ഉറുമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് ഉള്ളത്. ഉറുമ്പിൻ്റെ
ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ഒരു ആസിഡാണ് ഫോർമിക് ആസിഡ് അല്ലേ. ഈ ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഉറുമ്പ് കടിക്കുക എന്ന് വെച്ചാൽ എന്താ, ഈ ആസിഡ് നമ്മുടെ ശരീരത്തിലോട്ട് കുത്തി ഇറക്കുക ഇതിൻ്റെ ജോലി കേട്ടോ. എന്നിട്ടോ ഇത് നമ്മുടെ ശരീരകോശങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. ഇത് അങ്ങോട്ട് കുത്തി നല്ല ഒരു ഇഞ്ചക്ഷൻ ആയാലും നമ്മുടെ ശരീരത്തിൽ എന്തിനാ നമ്മുടെ ഒരു പേന വെച്ചാലും നമ്മളൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് വേദനയല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ എന്താ ഉറുമ്പ് കടിക്കുമ്പോൾ ഉറുമ്പ് കടിക്കാത്തവരാരെങ്കിലും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഈ കാണുന്ന ആരെങ്കിലും ഉറുമ്പ് കടിക്കാത്തവരും ഉണ്ടോ? ഉറുമ്പിൻ്റെ ശരീരത്തിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഫോർമിക് ആസിഡ്. ആ ആസിഡിൻ്റെ പേര് പഠിക്കണേ കുഞ്ഞിനെ, ഫോർമിക് ആസിഡ് ഉണ്ട് കേട്ടോ. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് നമ്മുടെ ശരീരകോശങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. അത് നമ്മുടെ ടെക്സ്റ്റിൽ ബോക്സിൽ കിടപ്പുണ്ട് കേട്ടോ. ഇംഗ്ലീഷുകാരത് പഠിക്കണേ. അർത്ഥം കിട്ടിയല്ലോ. നോക്കൂ ഞങ്ങളെ, ശരീരത്തിനുള്ളിലും ആസിഡ് ഉണ്ട്. ഇനി നമ്മൾ ഈ എല്ലാം വെളിയിൽ നിന്ന് നാരങ്ങയ്ക്കകത്തിലുണ്ട്, നെല്ലിക്കകത്തിലുണ്ട്, പുളിക്കകത്തിലുണ്ട്, എല്ലാത്തിലും പറഞ്ഞു. പക്ഷേ നമ്മുടെ ശരീരത്തിനുള്ളിലും ആസിഡ് ഉണ്ട്. നമ്മൾ വെളിയിൽ എങ്ങ് പോകണ്ട കേട്ടോ. എന്താ, നമ്മുടെ ശരീരത്തിനുള്ളിലും ആസിഡ് ഉണ്ട്. അതും ബോക്സിൽ കിടപ്പുണ്ടോ നിങ്ങളെ കേട്ടോ. ഇംഗ്ലീഷിലുള്ള അത് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് എഴുതാതിയത് കേട്ടോ. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായി നമ്മളെല്ലാം വായിൽ കൂടി അങ്ങോട്ട് ചോറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതാണ്ട് നമ്മുടെ വോക്കൽ കാവിറ്റി അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് വഴിയൊക്കെ താപ്പോട്ട് പോകുന്ന നിങ്ങൾക്ക് ബയോളജി പഠിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് എവിടോട്ടാണ് ചെല്ലുന്ന? ആമാശയം അല്ലേ. നമ്മുടെ വയറ്റിനകത്തുനിന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ, വയറിനകത്തുനിന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ആമാശയത്തിൽ ആരുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്താ ഞങ്ങളെ നമ്മുടെ വയറിനകത്തുള്ളത്? വയറ്റിനകത്തിൽ. അത് ആമാശയത്തിൽ നിന്നാട്ടോ. നമ്മൾ വയറ്റിനകത്ത് പറയുന്നതിൽ എന്താ? ആമാശയം എന്നാണ് കേട്ടോ. എന്താ നിങ്ങളെ ആമാശയം എന്താണ്? ഈ ആമാശയത്തിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. പേരറിയണേ കുഞ്ഞുങ്ങളെ. ഞാനിപ്പോൾ ഒരുപാട് ആസിഡുകൾ പഠിപ്പിച്ചു. നമ്മുടെ വയറിന് ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് അസിഡിറ്റി അല്ലേ. വയറ് കയറി അങ്ങ് പെരിക്കും. ചിലർ പറയും ഗ്യാസാ, എൻ്റെ വയറങ്ങ് ഗ്യാസ് കയറി പെരുത്തിരിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അതെന്താവും നിങ്ങളെ? അസിഡിറ്റി. ഓരോ വാക്ക് ഓർത്തോണേ. ഞാൻ ഇങ്ങനെ പറയുന്നെങ്കിലും അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും കൂടി ഇതിനകത്തിൽ കയറ്റുന്നത് കേട്ടോ. അല്ല, നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ്. എന്താവും നിങ്ങളെ? നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായിട്ട് നമ്മുടെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതാസിഡാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗാവസ്ഥയാണ്. ചിലപ്പോൾ അത് ഒരു മാർഗിന് ചോദിക്കാം. ഒരു മാർഗിനല്ലേ, ഇനി അതായിട്ട് എന്തിനല്ലേ? എന്താ കുഞ്ഞുങ്ങളെ? നമ്മുടെ വയറിൽ എന്താ ദഹനത്തെ സഹായിക്കാനായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഇത് കൂടുന്നതിൻ്റെ കൂടുമ്പോഴുണ്ടാകുന്ന ഒരു രോഗാവസ്ഥ എന്താ കുഞ്ഞുങ്ങളെ? അസിഡിറ്റി. ആമാശയത്തിനുള്ളിലെ നീറ്റൽ. ചിലർക്ക് വയറിനകത്ത് ഒരുമാതിരി പുകച്ചില, ഭയങ്കര നീറ്റല എന്നൊക്കെ പറയില്ലേ. നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ, മലബന്ധം എന്നിവ ഈ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ആമാശയത്തിനുള്ളിലെ നീറ്റല്, നെഞ്ചരിച്ചില്, ടെസ്റ്റിലുണ്ടേ കുഞ്ഞുങ്ങളെ, പുളിച്ചു തികട്ടല്, മലബന്ധം എന്നിവയെല്ലാം അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ഈ ആസിഡിനെ നിർവീര്യമാക്കാൻ, ഇങ്ങനെ ഗ്യാസ് ആണെന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ ഇതിനെ നിർവീര്യമാക്കാൻ എന്താ അന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ്. എന്താ ഞങ്ങളെ അതിന് പ്രതിവിധിയായിട്ട് ഏതാണ് കൊടുക്കുന്നത്? അന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാരെ പരിഹാരമായി, പലഹാരമല്ലേ കുഞ്ഞുങ്ങളെ, പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത്. പല ഡോക്ടർ പലഹാരം തന്നല്ലേ കുഞ്ഞുങ്ങളെ. എന്താ ടെസ്റ്റിൽ വെച്ചിരിക്കുന്ന ആസിഡിനെ നിർവീര്യമാക്കുന്ന അന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാര് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ ആസിഡിനെ കുറിച്ച് പഠിച്ചോ? ഏത് ആസിഡാണെന്ന് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടോ. ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി അതുകൊണ്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥ അസിഡിറ്റിയാണ്. എന്നാൽ അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഞാൻ അത് ഓരോന്നും വേർതിരിച്ച് എഴുതിയേക്കും. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഇവിടെ വരെ ഒരെണ്ണം, ഇവിടെ വരെ ഒന്ന്, ഇവിടെ വരെ ഒന്ന്. അപ്പം നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് അല്ലേ? നോക്കുന്നുണ്ടോ അതോ കേൾക്കുന്നതേ ഉള്ളോ ഞങ്ങളെ? എഴുതിയെടുക്കണേ കേട്ടോ. വീണാസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ ഒരു ബുക്ക് തന്നെ നിങ്ങളങ്ങ്
ബുക്ക് തന്നെ അങ്ങ് ഉണ്ടാക്കി വെച്ചോ കേട്ടോ. ഒരു നല്ല ഒരു നല്ല വലിയൊരു ബുക്ക് മേടിച്ചിട്ട് നമ്മുടെ ബീനാസ് ലേണിംഗ് ക്ലാസ് എന്നൊക്കെ ഹെഡിങ് കൊടുത്തിട്ട് ഓരോ ചാപ്റ്ററിൻ്റെ നോട്ട് ചെയ്യാൻ തരുമ്പോൾ അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. ഫുള്ള് കിട്ടുമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. കാരണം ഞാൻ പറയുന്ന ചോദ്യം ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ല. ഞാൻ എനിക്ക് അറിയാവുന്ന ടെസ്റ്റിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രമാണ് തരുന്നത് കേട്ടോ. ഞാൻ ഒരിക്കലും ആർക്കും ഞാൻ പഠിപ്പിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കിട്ടുമെന്ന് ഞാൻ ആരോടും പറയില്ല കേട്ടോ. ഇതിനകത്തിൽ കിടക്കുന്ന അറിയാവുന്നതും മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ കേട്ടോ. പിന്നെ അത് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾ പിന്നെ സ്കൂളിൽ പോകുന്നുണ്ട്, ട്യൂഷന് പോകുന്നുണ്ട് ഇല്ലേ? അപ്പോഴും നിങ്ങൾ കുറേ കൂടെ ഒക്കെ പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ടോ അതോ ഇങ്ങനെയൊക്കെ ഉള്ളോ? പഠിക്കണം കേട്ടോ. പഠിച്ചെങ്കിലേ ഇന്നത്തെ കാലത്ത് വല്ല പ്രയോജനമുള്ളൂ കേട്ടോ. കുഞ്ഞുങ്ങളെ പഠിക്കണം. നോക്കിക്കേ, അടുത്ത ചോദ്യം. അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല, ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ അച്ചാറുകൾ ഇട്ട് വെച്ചേക്കുന്ന ഏത് പാത്രത്തിലാണ് കുഞ്ഞുങ്ങളെ? കമൻറ്റ് ബോക്സിൽ ഇടാൻ ഞാൻ പറയുന്നില്ല കേട്ടോ. കമൻറ്റ് ബോക്സ് ചിലപ്പോൾ തുറക്കുമ്പോൾ മൊത്തം പാത്രങ്ങളായിരിക്കുമേ. അച്ചാറുകൾ സൂക്ഷിക്കാൻ നിങ്ങൾ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല, ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അച്ചാറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നാരങ്ങ, നമ്മൾ അച്ചാർ സാധാരണ എന്തൊക്കെയാണ് ഇടുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചേ. നാരങ്ങ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ അച്ചാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ അച്ചാറുണ്ടത് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ കേട്ടോ. നോക്കട്ടെ ആരുടെയൊക്കെ വീട്ടിൽ അച്ചാറുണ്ടത് കേട്ടോ. അച്ചാറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നാരങ്ങ, മാങ്ങ, ഇരുമ്പിൻ പുളി നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട് അറിയാൻ വയ്യാത്തവർ കേട്ടോ. അത് കാരണം എന്ന് വെച്ചാൽ പല നാട്ടിൽ പല പേരുകളാവും ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരുമ്പൻ പുളി എന്ന് തന്നെ പറയുന്നത്. ഓരോ നാട്ടിൽ ഓരോ പേരായതുകൊണ്ടാണ് അത് നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ടെന്ന് പറയുന്നത്. പിന്നെ നെല്ലിക്ക മുതലായവയിലെല്ലാം എന്താണ്? ആസിഡ് അടങ്ങിയിരിക്കുന്നു. എന്താ നിങ്ങളെ നമ്മൾ ഈ അച്ചാറിടുന്ന സാധനങ്ങളിലെല്ലാം ഈ പറഞ്ഞ ഏതൊക്കെയാണ്? നാരങ്ങ, മാങ്ങ, ഇരുമ്പൻ പുളി, നെല്ലിക്ക മുതലായവയിലെല്ലാം എന്തുണ്ട് കുഞ്ഞുങ്ങളെ? ആസിഡ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? കൂടാതെ നമ്മൾ അച്ചാറ് കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? അവയിൽ വിനാഗിരിയും ചേർക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരിയും ആസിഡും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും? പറയണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് ആരോഗ്യത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാലാണ് അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നത്. ഇപ്പം പിടികിട്ടിയോ നിങ്ങളെ? നമ്മൾ ഈ അച്ചാറിടുന്ന സാധനങ്ങൾക്കെല്ലാം അതെല്ലാം ആസിഡ് അടങ്ങിയതാണെന്ന് വിചാരിക്കുക. ആണല്ലോ? വിചാരിക്കാനല്ല, ആണ് അല്ലേ? അവ കേടാവാതിരിക്കാൻ, കേടുകൂടാതെ സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും അതിൽ എന്ത് ചേർക്കുന്നുണ്ട്? വിനാഗിരി ചേർക്കുന്നുണ്ട്. നമ്മൾ വിനാഗിരി ഇടാതെ നിങ്ങൾ അച്ചാറിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങൾ വിനാഗിരി ഇടാതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്നോ അതിൻ്റെ കുപ്പിയുടെ അല്ലെങ്കിൽ ഏത് പാത്രത്തിൻ്റെ മുകളിലാണോ വെള്ളപ്പൂപ്പ് വീണിരിക്കും, ഉറപ്പാ അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ സ്പൂണും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോൾ പൂപ്പ് വന്നെന്ന് ചോദിച്ചാൽ മതി അല്ലേ? അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇപ്പം എല്ലാവരും വിനാഗിരി ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ അത് ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? ഏതെല്ലാം ഉപയോഗങ്ങൾക്കാണ് നമ്മൾ വിനാഗിരി ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? നമ്മൾ വിനാഗിരി ഇപ്പം പറഞ്ഞല്ലോ. എന്തിനാണ് വിനാഗിരി ഉപയോഗിക്കുന്നത്? യൂസസ് ഓഫ് വിനാഗിരി അല്ല വിനീഗർ അല്ലേ? അച്ചാറുകൾ ചീത്തയാകാതെ സൂക്ഷിക്കാൻ, ടു പ്രിസർവ് ദ പിക്കിൾസ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് സ്പോയിലിങ് അല്ലേ? പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുളിരുചി കിട്ടുന്നതിന് അല്ലേ? ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുളിരുചി ഉണ്ടാവാൻ വേണ്ടി നമ്മൾ വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട്. ടു ഗിവ് സോർ ടേസ്റ്റ് ടു ഫുഡ് അല്ലേ? ഭക്ഷണ പദാർത്ഥങ്ങൾ വേഗം വേവുന്നതിന്. ഈ ബീഫൊക്കെ ചില ആൾക്കാർ വേവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല കുഞ്ഞുങ്ങളെ കേട്ടോ, ഞാനത് വേവിക്കത്തില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ടു കുക്ക് ഫുഡ് ഫാസ്റ്റർ, എളുപ്പം വേവാൻ വേണ്ടി വിനാഗിരി ഒഴിച്ചു കൊടുക്കും എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല, എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങളെ, അച്ചാറുകൾ ചീത്തയാകാതെ സൂക്ഷിക്കാൻ, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുളിരുചി കിട്ടുന്നതിന്, ഭക്ഷണ പദാർത്ഥങ്ങൾ വേഗം വേകുന്നതിനും ഒക്കെ വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ മലയാളം എഴുതിയിട്ട് കേട്ടോ. ടെസ്റ്റിലുണ്ട് അതെല്ലാം. അപ്പം നോക്കൂ നിങ്ങളെ, ഏതെല്ലാം വിനാഗിരി നമ്മൾ എന്തോത്തിനൊക്കെ ഉപയോഗിക്കുന്നു അതും പഠിച്ചു. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അല്ലേ? മേക്കിംഗ് സോപ്പ് നിർമ്മാണത്തിന് നമ്മൾ ഏതൊക്കെയാണ്? അത് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ്. നിങ്ങളെ സോഡിയം ഹൈഡ്രോക്സൈഡും
പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ്. പിന്നെ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകൾ, നമ്മൾ മരുന്ന് കഴിക്കത്തില്ലേ, പനി, തലവേദന, ചുമ, വയറുവേദന, എല്ലാ എന്തെങ്കിലും സ്കൂളിൽ റിവിഷൻ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, പിന്നെ അങ്ങ് വയറുവേദന തലവേദനയൊക്കെ ആയിരിക്കും അല്ലേ. മിക്ക കുട്ടികൾക്കും അങ്ങ് തലവേദനയും വയറുവേദന, എന്ത് ചെയ്യാനാന്ന് പറയുന്നത്. ഈ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകൾ എന്തെല്ലാമാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ് സോപ്പ് നിർമ്മിക്കാൻ. അതെടുത്ത് മരുന്നിന് വെക്കല്ലേ, രണ്ടും തിരിഞ്ഞു പോകല്ലേ കേട്ടോ. മരുന്നുണ്ടാക്കാൻ രണ്ടെണ്ണം. അതെ, സോപ്പിന് എന്താണ്? സോഡിയവും. സോപ്പിന് അതൊരു ക്ലൂ ആയിട്ട് പഠിക്കും നിങ്ങൾ. എന്താ സോപ്പ് അല്ലേ? ഇതെൻ്റെ ഒരു ക്ലൂ ആട്ടോ. സോപ്പ് എന്ന് വെച്ചാൽ സോ എന്താണ്? സോഡിയം. സോപ്പു പ എന്താണ്? പൊട്ടാസ്യം. എങ്ങനെയുണ്ട്? കൊള്ളാമോ? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും അല്ലേ. അടുത്ത ബേസുകൾ. ബേസിന് വല്ല ചാൻസും ഉണ്ടോ? ഇല്ല കുഞ്ഞുങ്ങളെ. അത് അലൂമിനിയവും മഗ്നീഷ്യവും കേട്ടോ. അപ്പോൾ ഈ 2 ക്ലൂ ഇത് പഠിക്കാമെങ്കിൽ ആകെ 4 എണ്ണം അറിയാമോ? അല്ല ഹൈഡ്രോക്സൈഡ് വേറെ വല്ലതും അറിയാമോ? 4 ഹൈഡ്രോക്സൈഡ് ഉണ്ട് പഠിച്ചു നമ്മളിപ്പം. അപ്പോൾ എന്താ? സോഡിയവും പൊട്ടാസ്യവും സോപ്പിനാണ്. ഓക്കെ ആണോ? അടുത്ത അലൂമിനിയവും മഗ്നീഷ്യവും ബേസുമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. എഴുതി എടുക്കണേ അത്. ഇനി ഇത് നമ്മൾ നിങ്ങളുടെ ടെസ്റ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ ഈ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവർക്ക്, ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് അറിയാൻ വയ്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? വേറെ ഒന്നുമല്ല, നിങ്ങൾ ആദ്യമായിട്ടല്ല ഈ ആസിഡുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ പേരൊരിച്ചിരി കട്ടി നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അതായത് നോക്കിക്കേ, അസറ്റിക് ആസിഡിൻ്റെ ഉപയോഗം. എന്തിനാണ് ഈ അസറ്റിക് ആസിഡ് ഉപയോഗിക്കുന്നത്? വിനാഗിരി ഉണ്ടാകത്തില്ലേ, വിനാഗിരി, വിനേഗർ. ഫോർമിക് ആസിഡ്, ഇംഗ്ലീഷ് മലയാളം ഉണ്ടോ കുഞ്ഞുങ്ങളെ? എന്താ ഈ ഫോർമിക് ആസിഡ്? മുമ്പ് നമ്മൾ പറഞ്ഞത് ഉറുമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ? അതുപോലെ റബ്ബർ പാല്, ഉറുമ്പിനകത്തുള്ള ഒരു ഇതാട്ടോ. ഇവിടെ എന്താ ഫോർമിക് ആസിഡ്? റബ്ബർ പാല് കട്ടിയാകാൻ. നമ്മൾ ഈ വീട്ടിലെ റബ്ബർ ഉണ്ടെങ്കിൽ വെട്ടിയിട്ട് വന്നിട്ട് റബ്ബറും പാൽ ഉറയൊഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട് ഇല്ലേ? ഒരു 10 വീടെടുക്കുമെങ്കിൽ ഏതെങ്കിലും 2 വീട്ടിലേലും റബ്ബർ ഇല്ലയോ കുഞ്ഞുങ്ങളെ? ഈ റബ്ബറിന് പാല് കട്ടിയാക്കാൻ വേണ്ടി ഏത് ആസിഡാണ് ഉപയോഗിക്കുന്നത്? ഫോർമിക് ആസിഡ് കേട്ടോ. അടുത്ത സിട്രിക് ആസിഡ് നമുക്കറിയാം, ഇതാ നാരങ്ങയ്ക്കകത്തിലൊക്കെ അടങ്ങിയാണ്. പാനീയങ്ങൾ ഉണ്ടാക്കാൻ നാരങ്ങ വെള്ളം, എന്താ പാനീയങ്ങൾ ഉദ്ദേശിച്ച് എന്താ? നാരങ്ങ വെള്ളം, മുന്തിരിയുടെ വെള്ളം, അങ്ങനെയൊക്കെ ഉള്ളതാണ് പാനീയങ്ങൾ. ടു മേക്ക് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ സൾഫ്യൂരിക് ആസിഡ്, മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി. നമ്മുടെ എല്ലാ വീട്ടിലും വണ്ടിയുണ്ട് അല്ലേ? അതിൻ്റെ ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാറ്ററിക്കകത്ത് ഈ വെള്ളം ഒഴിക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങളെ? ഇൻവെർട്ടർ ഉണ്ടോ? ഇൻവെർട്ടറിൻ്റെ ബാറ്ററിക്കകത്തിൽ വെള്ളം ഒഴിക്കണമെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിനകത്തിലൊക്കെ എന്താണ്? ഒരു ആസിഡ് വെള്ളമാണ്. അത് നമുക്ക് കിട്ടുന്നത് കുപ്പി മേടിക്കാൻ കിട്ടും. അത് സൾഫ്യൂരിക് ആസിഡാണ്. പിന്നെ രാസവളങ്ങൾ നിർമ്മിക്കാൻ അല്ലേ, എന്താ ഫെർട്ടിലൈസർ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻ ദ ബാറ്ററി ഓഫ് മോട്ടോർ വെഹിക്കിൾ ആൻഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. രാസവളങ്ങൾ നിർമ്മിക്കുന്നതിനും. ഓക്കെ ആണോ? അടുത്ത നൈട്രിക് ആസിഡ്, അത് ഈ പറയുന്ന പോലെ രാസവളവും പെയിൻറ്റ്, ചായം എന്നിവ നിർമ്മിക്കാൻ. ടു മേക്ക് ഫെർട്ടിലൈസേഴ്സ്, പെയിൻറ്റ്, DYES ഡൈസ്. പിന്നെ ടാനിക് ആസിഡ് ഉണ്ട്. തൂവൽ, മഷി എന്നിവ നിർമ്മിക്കാനാണ് ടാനിക് ആസിഡ്. അടുത്തത് കാർബോണിക് ആസിഡ്, സോഡ വാട്ടർ. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കാർബോണിക് ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? സോഡ വാട്ടർ, പാനീയങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ്. എന്താ? ടു മേക്ക് സോഡ വാട്ടർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക് അല്ലേ, നമ്മൾ കളറുള്ള വെള്ളമൊക്കെ കുടിക്കത്തില്ലേ, അതൊക്കെ എന്താണ്? കാർബോണിക് ആസിഡ് കേട്ടോ. സോഡ വാട്ടർ സോഡ, അതിനകത്തിൽ എന്താണ്? കാർബോണിക് ആസിഡാണ്. അപ്പോൾ ഇത്രയും നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. എന്നാലും ഏതൊക്കെ ആസിഡാണെന്ന് പേര് വായിക്കാൻ അറിയാൻ പറ്റാത്തവർക്ക് മലയാളം ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഇനി നമുക്ക് 1 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിനകത്തിലെ ഒന്ന് ഓടിച്ചിട്ട് പറയാം. ഇത് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ബേസുകളുടെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലേ? അത് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ സോപ്പ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളോട് ചിലപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് എഴുതാൻ ചോദിക്കും കുഞ്ഞുങ്ങളെ. സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെ, അത് ടെസ്റ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതങ്ങ് പഠിക്കണേ, സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഇനി നമുക്ക് 1 മാർക്കിന് നോക്കാം. മനുഷ്യൻ്റെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്. മുമ്പ് പറഞ്ഞതാണ്, മനുഷ്യൻ്റെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇംഗ്ലീഷിൽ എഴുതാൻ പഠിക്കണേ. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡാണ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡാണ്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്.
വിനാഗിരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? നേർത്ത അസറ്റിക് ആസിഡ് ആണ്. പേരറിയണേ കുഞ്ഞുങ്ങളെ. ഇനി ആൽക്കലിയിൽ ഫീനോഫ്താലിന്റെ നിറം എന്താണ്? അത് ചോദിക്കും കേട്ടോ. നമ്മൾ ആസിഡും ബേസിനെ കുറിച്ചും പഠിച്ചില്ലേ. ഈ ആൽക്കലിയിൽ ഫീനോഫ്താലിന്റെ നിറം എന്താണ്? പിങ്ക് നിറമാണ്. പതിമുഖ വെള്ളത്തിന് ആസിഡിന്റെ സാന്നിധ്യത്തിലുള്ള നിറമാണ് മഞ്ഞ നിറമാണ്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു നാരങ്ങ ഓക്സാലിക് ആസിഡാണ്. നാരങ്ങയ്ക്കകത്തിൽ ഏത് ആസിഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഓസ്കാലിക് ആസിഡ്. പിന്നെന്താ? ആപ്പിള് സിട്രിക് ആസിഡ്. അത് തിരിച്ചല്ലേ കുഞ്ഞുങ്ങളെ? ഇത് തിരിഞ്ഞാ കേട്ടോ, സോറി കേട്ടോ, തിരിഞ്ഞായത് എഴുതിയിരിക്കുന്നത്. നാരങ്ങയ്ക്കകത്ത്, കാരണം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു നാരങ്ങയ്ക്കകത്ത് അടങ്ങുന്നത് സിട്രിക് ആസിഡാണ്. ആപ്പിളിനകത്തിൽ ഇത് മാച്ച് ദ ഫോളോയിങ്ങിന് എഴുതിയതാണ് കേട്ടോ. കാരണം ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ. അത് ടെസ്റ്റിനകത്തിലുണ്ടോ നോക്കട്ടെ. ആപ്പിളിനകത്തിൽ ആയിരുന്നു മാച്ച് ദ ഫോളോയിങ് ആണ്. ആപ്പിളിനകത്തിൽ ഏതാ കുഞ്ഞുങ്ങളെ? മാലിക് ആസിഡാണ്. നാരങ്ങയ്ക്കകത്തിലോ സിട്രിക് ആസിഡാണ്. പിന്നെ പുളിക്കകത്തിലോ ടാർട്ടാറിക് ആസിഡാണ്. ടാർട്ടാറിക് ആസിഡാണ്. തക്കാളി ഓക്സാലിക് ആസിഡാണ് കേട്ടോ. തിരിഞ്ഞു പോവല്ലേ, ഞാനിത് മാച്ച് ദ ഫോളോയിങ്ങിന് എഴുതിയതായിരുന്നു, പക്ഷേ ഞാൻ നേരെ അങ്ങ് പറഞ്ഞതാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇത് കാരണം നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, അഥവാ അറിയാൻ വയ്യാത്തവർ എഴുതിയിടുന്നത് കേട്ടോ. ടെസ്റ്റിലുണ്ടേ. ഏതൊക്കെ ആസിഡാണെന്ന് അറിയണേ കേട്ടോ. കുറേ നേരം കൊണ്ട് നമ്മൾ ആസിഡിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ അറിയണേ എല്ലാ ആസിഡുകളും ഡാഷ് രുചിയാണ്. ആസിഡുകൾക്ക് ഏതാ കുഞ്ഞുങ്ങളെ? ഒന്നാമത് നമ്മൾ പറഞ്ഞ ആസിഡുകൾക്ക് എപ്പോഴും പുളി രുചിയാണ്, സോർ ടേസ്റ്റ് അല്ലേ? എല്ലാ ബേസുകളുമോ ആൽക്കലൈനാണ് അല്ലേ? കാരരുചിയാണ്. ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് നമ്മൾ പറഞ്ഞു ഫോർമിക് ആസിഡാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏതാ കുഞ്ഞുങ്ങളെ? ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ജലം ഉണ്ടാകുന്നു. ഇതെല്ലാം ഒരു മാർക്കിന് എഴുതിയതാ കേട്ടോ. ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഒരു കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് ബേസുകളാണ്. അപ്പം നമ്മൾ ആസിഡും ബേസും മൊത്തം പഠിച്ചു കുഞ്ഞുങ്ങളെ. നമ്മുടെ ടെസ്റ്റിനകത്തിൽ ഒരുവിധം ഉള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ വിറ്റാമിൻ സി എന്നത് അസ്കോർബിക് ആസിഡാണ്. ഇതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നെല്ലിക്കയ്ക്ക് പുളി രുചി കിട്ടുന്നത് കേട്ടോ. പിന്നെ ഒരുവിധമുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ഈ ചാപ്റ്ററിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കേട്ടോ കുഞ്ഞുങ്ങളെ. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലില്ലാത്തതെന്ന് വെച്ചാൽ ടെസ്റ്റിലുള്ളത് ഞാൻ ഇതിനകത്തിലോട്ട് എഴുതിയിട്ടില്ല, എന്നിട്ടും പകുതി മുക്കാലും ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഇട്ടോ കുഞ്ഞുങ്ങളെ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ലാതെ തന്നെ ഇട്ടോ കേട്ടോ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഇത് ഷെയർ ചെയ്ത് കുഞ്ഞുങ്ങളെ. അവരോട് പഠിക്കട്ടെ കേട്ടോ. അവർക്കറിയാമെങ്കിലെല്ലാം നമുക്കൊന്നും അറിയാതിരിക്കുമ്പം ഇടയ്ക്ക് അവരോടൊന്ന് സംശയം ചോദിക്കുവോ ഇല്ലയോ? പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ അതെന്തുവാന്ന് അവർക്കൂടെ അറിയണ്ടേ കേട്ടോ. ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെ പോരട്ടെ. ഓക്കെ, താങ്ക് യു.